പോസിറ്റീവ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പൊതുവെ ആളുകൾ ആഗ്രഹിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് ജീവിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകരുത്. എല്ലാം സുഗമമായിട്ട് പോകണം. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് വരണം. ബുദ്ധിമുട്ടി പഠിക്കരുത്. അതുകൊണ്ട് പരീക്ഷാ സമ്പ്രദായം തന്നെ വേണ്ട. അധ്വാനിച്ച് ജോലി ചെയ്യരുത്. ഭവനത്തിൽ തന്നെ ഇരുന്ന് എങ്ങനെ പണമുണ്ടാക്കാം, അധ്വാനിച്ച് ജോലി ചെയ്യാതെ എങ്ങനെ എത്രയും വേഗം പണക്കാരാകാം, എങ്ങനെ എത്രയും സുഖമുള്ള ജീവിതം വലിയ ബദ്ധപ്പാട് കൂടാതെ നയിക്കാം. ഇതാണ് പൊതുവെ ഇന്ന് സാധാരണ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. മാത്രമല്ല, ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ പോലും ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തരരുതേ, പ്രതിസന്ധികളെയെല്ലാം മാറ്റിക്കളയണമേ, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കണമേ. ഇതാണ് പ്രാർത്ഥിക്കുന്നവർ പോലും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു ട്രെൻഡാണ് ഇന്ന് പൊതുവേ കാണുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. ആ ധാരണയോടെ നിങ്ങൾ യോജിക്കണമെന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടാൽ കൊള്ളാം. നിങ്ങളെന്തോ പറയുന്നു അതിനെക്കുറിച്ച്? അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ വളർന്നു വരുന്നുണ്ടോ? ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി അതുണ്ടായാൽ അതിനെ നേരിടുവാൻ മനസ്സ് വയ്ക്കുന്നതിന് പകരം അതിൽ നിന്ന് ഓടി ഒളിച്ച് ഈസിയായിട്ട് എങ്ങനെ അതിനെ അതിജീവിക്കാം, ഇങ്ങനെയുള്ളൊരു ചിന്താഗതി ഈയിടെ ഉണ്ടാകുന്നുണ്ട്. എന്തോ അഭിപ്രായങ്ങളൊന്ന് കേട്ടാണ്. ഇപ്പോഴത്തെ ജനറേഷന്റെ വലിയൊരു തെറ്റും അവരുടെ വലിയൊരു പ്രധാനപ്പെട്ടതും അതാണ്. അപ്പൊ അവര് ഈ കാലത്തില് പ്രതിസന്ധിയൊന്നും വേണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ്ങിലേക്ക് നമുക്ക് വരാം. പ്രശ്നം ആദ്യം നമുക്കൊന്ന് കണ്ടതിന് ശേഷം അതിനെ എന്താ ഘടകമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോഴും പൊതുവെ പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ കുറച്ചുകൂടെ വളരെ ഈസി ആയിട്ടുള്ളൊരു ലൈഫ് ആഗ്രഹിക്കുന്നെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ മറ്റുള്ളവർ അതിനോട് യോജിക്കുന്നവരുണ്ടോ? അതോ അതിനോട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഈ ഒരു നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ഒരു ജന്മം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ സുഖത്തിൽ മാത്രം ജീവിച്ചാൽ പോലെ എന്തിനാ പ്രതിസന്ധികളെ കുറിച്ച് ആലോചിക്കുന്നത്? അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. ഈ പ്രതിസന്ധികളെ നമ്മൾ എന്തിനാ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? അല്ലെ വരണമെന്ന് ഒരു ചെറിയ ജീവിതമാണ്. ആ ജീവിതം അങ്ങ് സുഖമായിട്ട് ജീവിക്കേണ്ടതിന് പകരം ഈ പ്രതിസന്ധികളെ പ്രതീക്ഷിക്കണം വല്ല ആവശ്യമുണ്ടോന്ന് ഇദ്ദേഹം ചോദിച്ചത് അല്ലേ? എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യന് ഉയർച്ചകളും ഉണ്ടാവും, താഴ്ചകളും ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ എല്ലാ കാര്യത്തോടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ താന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകേണ്ടത് ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് ഒരു പരിധി വരെ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് വേണ്ട, നമുക്ക് ജീവിതം സുഖമായിട്ടങ്ങ് നയിച്ചാൽ പോരെ, എന്തിനാ പ്രതിസന്ധി? ഇദ്ദേഹം പറയുന്നത് പ്രതിസന്ധി ഉണ്ടല്ലേ നമ്മൾ വളരത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായമുണ്ടോ? പ്രതിസന്ധികൾ വരാൻ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ അത് ചേച്ചി പറഞ്ഞ പോലെ പ്രതിസന്ധികൾ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നതല്ലേ, നമ്മൾ നേരിട്ട് പഠിക്കണം. അതെ, വരുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല പ്രതിസന്ധികൾ, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും താഴ്ചയും വേണം. കാരണം വേണം എന്നല്ല ഞാൻ പറയുന്നത്, ഉയർച്ചയും താഴ്ചയും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ വന്നു പോകുന്നതാണ്. ജീവിതത്തിൽ ഞാൻ ഉയർന്ന് മാത്രം നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ എനിക്കൊരു താഴ്ച വേണം എങ്കിലേ ഞാൻ പഠിക്കൂ എന്ന്? ആരെങ്കിലും ആഗ്രഹിക്കുമോ? അങ്ങനെ ആഗ്രഹിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കില്ല. ഒരിക്കലും ഒരു പ്രതിസന്ധി ആരും ആഗ്രഹിക്കില്ല. നമുക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ പ്രതിസന്ധി വേണം എന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കില്ല. ആരും ആഗ്രഹിക്കില്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പല ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വരില്ലേ പ്രതിസന്ധികൾ. നമ്മളത് നേരിട്ട് പഠിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അതിനെ മറികടക്കണം. പ്രതിസന്ധികൾ ആരും ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച്? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെ ഓരോരുത്തർ പറയുന്ന ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ആര് പറയുന്നത് വെച്ചാൽ
ഈ ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് എന്ന് വെച്ചാൽ എല്ലാവരും ഈ മീഡിയ ഫീൽഡ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡുമായിട്ട് കണക്ഷനാണ് ലൈഫിന്. കാരണം അവർ കാണുമ്പോൾ ഫിലിം ആയാലും എന്തോ ആയാലും അവിടെ എന്ത് ഈസി ആയിട്ട് അടിച്ചു പൊളിച്ച് എല്ലാ കാര്യവും നടക്കുന്നു. അതിന്റെ ലിമിറ്റേഷൻ എന്തോന്നോ അതിന്റെ കാര്യങ്ങൾ എന്തോന്നോ ആരും ചിന്തിക്കുന്നില്ല. സ്വന്തം ജീവിതമായിട്ട് കമ്പയർ ചെയ്ത് അതേപോലെ എൻ്റെ ആകണമെന്നുള്ളൊരു ആഗ്രഹമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു ജീവിതമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ നയിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഒരു വിർച്വൽ ജീവിതത്തിൽ നിന്ന് സിനിമാ ലോകത്തിൽ കാണുന്നത് പോലെ ജീവിതം ആസ്വദിക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അന്നേരം കഷ്ടപ്പാടായാലും ദുഃഖമായാലും സങ്കടമായാലും ആരും വരണമെന്ന് ആഗ്രഹിക്കുന്ന പോലും ഇല്ല. നിങ്ങളിവിടെ പറഞ്ഞതിൽ നിന്ന് പ്രധാനമായിട്ട് ഊന്നി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, ദൈവം ഈ ലോകത്തെയും നമ്മളെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രതിസന്ധിയിലൂടെയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ഘട്ടം ഘട്ടമായ വളർച്ച തന്നെ പ്രതിസന്ധിയെ ഫേസ് ചെയ്ത് വളരാനായിട്ടാണ് ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, യൂത്ത്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, ഇങ്ങനെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലുണ്ട്. ഓരോ ഘട്ടവും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പ്രവേശനം ഒരു വലിയ ക്രൈസിസാണ്, ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇത് ഡെവലപ്മെൻ്റൽ ക്രൈസിസ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിലും വേണ്ട എങ്കിലും നിങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഓരോ ഘട്ടവും ഓരോ പ്രതിസന്ധി കടന്ന് മുന്നോട്ട് പോകുവാനായിട്ടാണ്. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതം വളരെ സുഖമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് അത് വളരെ എൻജോയബിളാണ്, വളരെ സുഖമുള്ളതാണ്. എന്നാൽ നിങ്ങളൊരു 13 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ടീനേജ് അഡോളസൻ്റ് പ്രായത്തിലേക്ക് കയറും. അപ്പം നിങ്ങളുടെ മനസ്സ് പറയുക, ഈ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ എൻ്റെ ഇൻഫൻസി അത് വളരെ സന്തോഷവും സുഖവുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ സ്റ്റേജിൽ തന്നെ അങ്ങ് ഇരിക്കാൻ പോവുക എന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം അഡോളസൻസിലേക്ക് പ്രവേശിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സ് ചൈൽഡ്ഹുഡിൽ തന്നെ നിലനിൽക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രായമായാലും കുട്ടികളെപ്പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടിത്തം വിട്ട് മാറത്തില്ല. തമാശകളെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ചൈൽഡിഷ് നേച്ചർ മാറത്തില്ല. കാരണം അവർ എൻജോയ് ചെയ്യുന്നത് ആ ഒരു പ്രായമാണ്. അപ്പം ഇതിൽ നിന്ന് അടുത്തതിലേക്ക് പ്രവേശിച്ചാലേ എനിക്ക് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ക്രൈസിസിനെ ഫേസ് ചെയ്ത് വളരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ജീവിതം എന്തിനാ ക്രൈസിസ് എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. ക്രൈസിസിന് ഒരു വലിയ മീനിങ് ഉണ്ടെന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 രീതിയിലുള്ള ക്രൈസിസ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഡെവലപ്മെൻ്റൽ ക്രൈസിസ്, അത് നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. രണ്ടാമത്തേത് ആക്സിഡൻ്റൽ ക്രൈസിസ് എന്നാണ് പറയുന്നത്. ആക്സിഡൻ്റൽ ക്രൈസിസ് നമ്മൾ നനച്ചിരിക്കാത്ത നാഴികയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. അത് പ്രകൃതിയിലൂടെ ഉണ്ടാകുന്നതുണ്ട്, മാൻ മെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, മനുഷ്യരുണ്ടാക്കുന്നതുകൊണ്ട്. പ്രകൃതിയിലൂടെയുള്ളത് വെള്ളപ്പൊക്കം, സുനാമി, ലൈറ്റ്നിങ്, അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ, കൊടുങ്കാറ്റ്, ഇതൊക്കെ പ്രകൃതിയിലൂടെ ഉണ്ടാകുന്ന ക്രൈസിസാണ്. എന്നാൽ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതുണ്ട്. യുദ്ധം, ജാതികൾ തമ്മിലുള്ള പരസ്പര വൈരാഗ്യത്തിൽ നിന്നുണ്ടാകുന്ന യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ശണ്ടകൾ, അല്ലെന്നുവരികിൽ ജെൻഡറിൻ്റെ പേരിലുള്ള ശണ്ടകൾ, ഇങ്ങനെയുള്ളതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്രൈസിസ് വരുമ്പോൾ, അല്ല ഒരു സംഭവം വരുമ്പോൾ, എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നെനിക്കറിയത്തില്ല. അവിടെ നമ്മൾ സ്തബ്ധരായി പോകും. ആ ക്രൈസിസ് സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ അതിനെ കാണണം, ഫേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരുന്നതായുള്ള വിഷയം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് എഴുതി ജയിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പെട്ടെന്ന് തോറ്റുപോയി. ഇത് ഈ വിദ്യാർത്ഥിയിലൊരു ക്രൈസിസാണ്. ഞാൻ തോറ്റുപോയി. ഒന്ന് തോറ്റു കഴിയുന്ന ഉടനെ ഇവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത എന്തൊക്കെയാണ്? പരീക്ഷയ്ക്ക് എഴുതി മറ്റു കുട്ടികളൊക്കെ ജയിച്ചു, ഞാൻ തോറ്റുപോയി. ഈ തോറ്റ വ്യക്തിയുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കാം? നിങ്ങൾക്കൊന്ന് പറയാമോ?
സൂയിസൈഡ് എന്നൊരു ചിന്തയായിരിക്കും ഇപ്പോഴത്തെ ജനറേഷനിൽ. പെട്ടെന്ന് അങ്ങ് സൂയിസൈഡ് ചിന്ത വരുമോ? പെട്ടെന്നായിരിക്കത്തില്ല, മറ്റുള്ളവരുടെ പരിഹാസം ഈ കാണും. തോറ്റു കഴിഞ്ഞാൽ ഉടനെ ഇവനെ കുറിച്ച് ചിന്തിക്കുന്ന എന്തായിരിക്കും? എന്നെ കൊണ്ട് ഒരു ഗുണമില്ല, ആ ആ ആ ഞാൻ ചെയ്യുന്നത് ശരിയാകില്ല, ആ. ഞാൻ ഇനി മുന്നോട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ, ആ. ഇതൊക്കെ ആയിരിക്കും അവന്റെ മനസ്സിൽ അലട്ടുന്ന എല്ലാരും ചിന്തകൾ. ജയിച്ചു, ഞാൻ തോറ്റു, അപ്പൊ ഞാൻ ആരായി? പിന്നെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട്. കസിൻസ് വരുമ്പോഴായാലും അപ്പൊ ഞാനിവിടെ മണ്ടനായി പോയി അല്ലേ? അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ മിടുക്കന്മാരെ ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? അതും പറ്റില്ല. അത് പറ്റത്തില്ല. അതും പറ്റത്തില്ല. അപ്പൊ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഒക്കാതെ ഞാൻ വിഡ്രോ ചെയ്യും. ഞാൻ മണ്ടനായി പോയി എന്ന് എന്നോട് തന്നെ പറയും. പിന്നെ മറ്റെന്തെങ്കിലും ചിന്തകൾ ഇവരുടെ മനസ്സിൽ കൂടെ പോകുമെന്ന് പറയാമോ? മറ്റുള്ളവർ എന്നെ പറ്റി എന്തു വിചാരിക്കും എന്നുള്ളൊരു തോന്നലാണ് ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഇവിടെയും മണ്ടനായി പോയി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ല, ഇനി ഒരു പരീക്ഷയ്ക്കും എനിക്ക് ജയിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് ആ കുട്ടിയുടെ മനസ്സിലോട്ട് ആ സമയം കടന്നു പോകുന്നത്. എല്ലാവരുടെയും മുൻപിൽ ഞാൻ വിലയില്ലാത്ത വ്യക്തിയായിട്ട് മാറി. ആളുകളുടെ മുന്നിൽ ചെല്ലാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ കഴിവില്ലാത്തവനാ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മണ്ടനായി പോയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇദ്ദേഹം എന്നാ ചെയ്യും? ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കും. കാരണം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അതായത് ഇനിയും ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ മണ്ടനായിപ്പോയി, ഞാൻ വിലയില്ലാത്തവനായിപ്പോയി. ഇങ്ങനെ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ കയറിയാൽ അവർ ആത്മഹത്യ. അതുകൊണ്ടാണ് ഈ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഇപ്പോഴെല്ലാം ഗവൺമെൻറ് തന്നെയും ഈ ടെലഫോണിലൂടെയുള്ള കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ചിലപ്പോൾ പ്രേമബന്ധത്തിലേർപ്പെടും. ഈ പ്രേമബന്ധത്തിലാകുന്ന ചിലർ പെട്ടെന്ന് ഇതിലൊരു പങ്കാളി ഈ ആളിനെ വിട്ടേച്ചങ്ങ് പോകും. മതിയടാ, നമ്മൾ തമ്മിലുള്ള ബന്ധം മതിയെന്ന് പറഞ്ഞ് വിട്ടേച്ചു പോകും. ജീവിതം മുഴുവനും ഈ ഒരു പെൺകുട്ടിയിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തി അവൾ ഇട്ടേച്ച് പോയി കഴിയുമ്പോൾ എന്നാ തോന്നും? ചിലര് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോവും. മറ്റു ചിലര് അത് കുഴപ്പമില്ല, വിഷയമില്ലാത്ത കേസ്, പോട്ടെ, ഇത് പോട്ടെ, ഇതൊന്നല്ല പോയുള്ളൂ, ഇങ്ങനെ എത്ര എണ്ണം പോകാനിരിക്കുന്നു എന്നുള്ള ചിന്ത. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ആത്മാർത്ഥമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ശരിക്കും വിഷമാവും എന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഏതോ പറയാൻ തുടങ്ങിയല്ലോ, പറഞ്ഞാൽ കൂടുതൽ പേരിലും ഈ ഡിപ്രഷനാണ് വരിക. ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ടെക്നോളജീസ് ഒക്കെ ഒത്തിരി ഇപ്പൊ വളർന്നു വന്നോണ്ടിരിക്കുക. അപ്പൊ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒക്കെ ഇതിനെ ഒരുപാട് അവരുടെ ഒരു വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാനായിട്ട് അതിലൂടെ വരുന്ന റിലേഷൻഷിപ്സിലൂടെ പ്രശ്നങ്ങളുണ്ടായി, ഡിപ്രഷനായി, തമ്മിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, എങ്കിൽ കൂടി അവർ തമ്മിൽ അത്രയ്ക്ക് അറ്റാച്ച്മെന്റാ. അങ്ങനെ പിന്നെ ഇതിന്റെ അവസാനം ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാലത്തിന്റെ ഒരു പ്രത്യേകതയാ, നേരിട്ട് കാണുകയേ വേണ്ട, ആളുകൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആകും അല്ലേ, ഭയങ്കര പ്രേമമാകും. നേരിട്ട് കാണുകയൊന്നും വേണ്ട, ഇത് ആരാ എന്തുവാ എന്നൊന്നും അറിയണ്ട, പക്ഷേ അങ്ങ് വല്ലാത്ത ഒരടുപ്പം വരും. അത് പിരിഞ്ഞാൽ പോലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്നുള്ളത്. അപ്പോൾ അതൊരു ക്രൈസിസാ. ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ആള്, എൻ്റെ എല്ലാം എന്ന് കരുതിയിരുന്ന ആള് എന്നെ വിട്ടേച്ചു പോകുമ്പോൾ പെട്ടെന്നുള്ളൊരു ആഘാതമാണ്. അതൊരു ക്രൈസിസാണ്. മറ്റേതെങ്കിലും രീതിയിലുള്ള ക്രൈസിസ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്ത് പറയാനായിട്ട് സാധിക്കുമോ? ഇദ്ദേഹത്തിന് എന്തെങ്കിലും? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഓരോ ക്രൈസിസ് വരുമ്പം എതിരിടാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ഇത് തന്നെയാണ് കാരണം. സാധാരണ ഉണ്ടാകുന്ന ക്രൈസിസ് ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പരീക്ഷയെ തോക്കുന്ന കുട്ടി, അല്ലെ പ്രേമം തകരുന്ന ആളുടെ വ്യക്തി, അല്ലാതെ വേറെ ഏതെങ്കിലും ക്രൈസിസ് സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാമോ? ബിസിനസ്സിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ, കുടുംബ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പെട്ടെന്നുള്ള തകർച്ച, അത് കുടുംബത്തിന് മൊത്തത്തിൽ ബാധിക്കും. അത് ഒരാളിൽ നിന്നല്ല, എല്ലാവരിലും ബാധിക്കും. സാമ്പത്തികമായ തകർച്ച, പിന്നെ സ്റ്റുഡൻസിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ, തമ്മിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രണയം മാത്രമല്ല എല്ലാ രീതിയിലും വരുന്നുണ്ട്. പെട്ടെന്ന് രോഗികളായിട്ട് തീരുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നുള്ള രോഗങ്ങൾ ഇതുപോലുള്ള ക്രൈസിസ് ആയിട്ട് മാറും. അത് നമുക്ക് തന്നെ ഒരു ധൈര്യം വേണം, നമുക്ക് ഇതിന്ന് ഉയർത്തെഴുന്നേക്കാന്നുള്ള ഒരു ധൈര്യം വേണം. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒരു ക്രൈസിസ് ആയിട്ട് വരാമോ? ക്രൈസിസ് ആയിട്ട് വരാം, പക്ഷെ അതിനൊക്കെ നമ്മള് വരാമോ ഇല്ലയോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചുള്ളൂ. വരും. അതിപ്പോ ഒരു പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഒരു ക്രൈസിസ് ആയിട്ട് വരാമോ? അത് ഓരോ മനുഷ്യന്റെ ഒരു അവസ്ഥയെ ആശ്രയിച്ച, ഇതെല്ലാം ഓരോരുത്തരുടെ അവസ്ഥയെ ആശ്രയിച്ചായിരിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാല്
ക്രൈസിസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് സംഭവിക്കുന്നതല്ല. പിന്നെന്തുവാ? മനുഷ്യനിൽ സംഭവിക്കുന്നതാ. ക്രൈസിസ് നെവർ ഹാപ്പൻ ടു പീപ്പിൾ, ക്രൈസിസ് ഹാപ്പൻ വിതിൻ. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മളിലാ, അനുഭവങ്ങളിലോ സംഭവങ്ങളിലോ അല്ല. നമ്മളിൽ ഇതെങ്ങനെ ഉണ്ടാകുന്നു? അപ്പോൾ അതിനു മുമ്പാണ് നമ്മൾ ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നനച്ചിരിക്കാത്ത നാഴികയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ, പരീക്ഷയിലുള്ള തോൽവി, പ്രേമ നൈരാശ്യങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റ്, സാമ്പത്തികമായി ഉണ്ടാകുന്ന വലിയ തകർച്ച, പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുണ്ടാകുന്ന വേർപാടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് ക്രൈസിസ് ആയിട്ട് മാറാം, പ്രതിസന്ധിയായിട്ട് മാറാം. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ആദ്യമേ നിങ്ങൾ പറഞ്ഞു ഇതൊന്നും ഉണ്ടാകാതെ സുഖമായ ഒരു ചെറിയ ജീവിതമാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും പ്രതിസന്ധികൾ ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. അതുണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പ്രതിസന്ധികൾ ഇല്ലാത്തൊരു ജീവിതമില്ല. അത് ലോകത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നനച്ചിരിക്കാത്ത നാഴികയിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ എങ്ങനെയാണ് നമുക്ക് നേരിടാനായിട്ട് സാധിക്കുന്നത്? അതിൽ നമ്മളിൽ ഉണ്ടാകുന്ന ആഘാതം എന്താണ്? ഇതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതികൾ. ഇത് നിങ്ങൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഉണ്ടാകും. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചു, ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്ന അനുഭവത്തിൽ നിന്നുണ്ടാകുന്നതല്ല, നമ്മളിൽ തന്നെ ഉണ്ടാകുന്നതാ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യമേ ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് തോൽക്കുന്ന ഒരു കുട്ടി. പരീക്ഷയ്ക്ക് തോൽക്കുന്ന ഒരു കുട്ടി അവൻ്റെ മനസ്സിൽ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരുടെയും മുമ്പിൽ മോശമായി പോയി, ഇനി എന്നെ കൊണ്ട് ജയിക്കാൻ ഒക്കുകയിൽ എന്ന് സ്വയം പറയുമ്പോഴാണ് അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ കണ്ടത്, അല്ലേ? അതേസമയത്ത് ഇവൻ്റെ മനസ്സിൽ തിരിച്ചൊന്ന് പറയുകയാണെന്ന് വെച്ചു, പരീക്ഷയിൽ ഞാൻ നന്നായി എഴുതി, പക്ഷേ ഏതോ കാരണവശാൽ തോറ്റു. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. തോറ്റതുകൊണ്ട് ഞാൻ അത്ര മോശമാകുന്നില്ല, ഇനിയും എനിക്ക് ജയിക്കാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇവൻ ഈ ആത്മഹത്യയിലേക്ക് പോകാനുള്ള പ്രേരണ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് പറയാമോ നിങ്ങൾക്ക്? എങ്ങനെയാണെന്നൊന്ന് പറയാമോ? നമുക്ക് അതിനെ സ്വയം നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. ഈ ആത്മവിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നേ? അത് ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ അവർ വാശി പിടിക്കുന്ന എന്തും വാങ്ങിച്ചു കൊടുക്കും. അതാണ് ഫസ്റ്റിൽ അവരെ ഒരു പ്രതിസന്ധികൾ തരണം ചെയ്യാതിരിക്കാൻ അവർക്കൊരു ഏക മാർഗം. പിന്നെയും നിങ്ങൾ വരുന്ന മാതാപിതാക്കളിലേക്ക് ഇപ്പൊ എന്തു പറഞ്ഞു വന്നാലും അവസാനം മാതാപിതാക്കളിലാണ് വന്ന് നിൽക്കുന്നത്, അല്ലേ? അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായ ഒരു സംഗതിയാണ്. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളാണ് ഈ പ്രതിസന്ധിയെ നേരിടുവാൻ കെൽപ്പില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്ന അതിന് ചില ഉദാഹരണമാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു. എന്ത് ചോദിച്ചാലും ഉടനെ അതങ്ങ് വാങ്ങിച്ച് കൊടുക്കും. എനിക്ക് ഒരു ചൂരിദാർ വേണം എന്ന് പറഞ്ഞാൽ അപ്പം വന്ന് പറയും, മോളെ എപ്പോഴും പോയി ചൂരിദാർ വാങ്ങിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഒരു 5 എണ്ണം ഇരിക്കട്ടെ. അവർക്കൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് യാതൊരു കാരണവശാലും ദുഃഖം അനുഭവിക്കരുത്, ഒരു ചൂരിദാർ ചോദിച്ചാൽ 5 എണ്ണം ഇരിക്കട്ടെ മോളെ എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമാണ് വരത്തില്ലേ? ഒരു ചൂരിദാർ ഇല്ലാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് ഇദ്ദേഹം എന്തെങ്കിലും അറിയാൻ ഇടയാകുമോ? ഒരിക്കലുമില്ല. വിഷമം അറിയാൻ ഇടയാകാതെ വന്നാൽ നമുക്ക് എന്ത് കുഴപ്പമാണ് സംഭവിക്കുന്നത്? അത് ഭാവിയിലാണ് നമുക്ക് അതിനുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ പോലും അതിനെ നമുക്ക് നേരിടാനുള്ള ഒരു മാനസികമായ ഒരു ശക്തി നമ്മൾ അവിടെ തളർന്നു പോവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അന്നേ ഒരു ചുരിദാർ വാങ്ങിച്ചു തരാൻ പറയുമ്പോഴത്തേക്കും അപ്പൻ മോക്കിപ്പോ ആ ചുരിദാറിന്റെ ആവശ്യമില്ലല്ലോ, എന്തിനാ അത് എന്നൊക്കെ ചോദിക്കുമ്പോ ആ കുട്ടി അപ്പോൾ തന്നെ മാനസികമായിട്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി മനസ്സിലുണ്ടാകുന്നതിന്റെ വിഷമം നേരിടുവാനുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും ഇത്. ഈ ഇരട്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രെയിനിങ് കിട്ടുമോ? ഈ ട്രെയിനിങ് കിട്ടാത്തതാണോ ഇപ്പോഴത്തെ ഒരു കുഴപ്പമൊന്നും ഇദ്ദേഹത്തിന് എന്നാ തോന്നുന്നത്? ഈ ഭവനത്തിൽ എന്തോ ഇദ്ദേഹത്തിന് തോന്നുന്നത്? മാതാപിതാക്കൾ ശരിക്കും ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു കുട്ടി ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു തരണമെന്ന് വാശി പിടിച്ചാൽ ആ വാശിക്കൊത്ത് അവർ തുള്ളരുത്. കാരണം അവന് അത് ഉണ്ടെങ്കിൽ
അതിന്റെ സുഖം അനുഭവിക്കും. അതില്ലാത്ത എത്രയോ കുട്ടികളിവിടെ ഉണ്ട് എന്നൊരു ധാരണയിൽ മാതാപിതാക്കൾ. ഇവർ പറയുന്നത് മാതാപിതാക്കൾ ചോദിക്കുന്നതെല്ലാം അല്ല കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം മാതാപിതാക്കൾ കൊടുക്കരുത്. മാതാപിതാക്കൾക്ക് എല്ലാ കാര്യത്തിലും ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം മരണം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാ ട്രെയിനിങ് കൊടുക്കുന്നില്ല മരണത്തിന്? കാരണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുമ്പോഴും അവനുണ്ട് എന്നൊരു നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മുടെ മനസ്സിനത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ മരണം പോലെയുള്ള പെട്ടെന്ന് നടക്കുന്ന ആ ഒരു സംഗതി മാതാപിതാക്കൾ നമ്മളെ എങ്ങനെ ട്രെയിൻ ചെയ്യാനാണെന്ന് ഇദ്ദേഹം ചോദിച്ചു. ഇതിന് ട്രെയിനിങ്ങിന് മാതാപിതാക്കൾക്ക് വല്ല പങ്കുണ്ടോ? ഒരു മരണത്തെ അതുപോലെയുള്ള സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടതെന്ന് മാതാപിതാക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ട്രെയിനിങ് തരാവുമോ? മരണം പോലുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല, ട്രെയിനിങ് തരാനൊന്നും പറ്റില്ല. കാരണം ഒരു പരിധി വരെ മാതാപിതാക്കൾക്ക് നമ്മുടെ കൂടെ നിന്നെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മരണത്തെ എങ്ങനെ നേരിടണമെന്നുള്ളത് ഈ മാതാപിതാക്കളിലൂടെ അല്ലയോ കുഞ്ഞുങ്ങൾ പഠിക്കണ്ടേ? അതെ, പക്ഷെ ഒരു എല്ലാ ഘട്ടത്തിലും അങ്ങനെ എല്ലാ ഉണ്ടാവുന്നില്ല. ഘട്ടത്തിലും എന്നുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മരണത്തെ നേരിടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഈ മാതാപിതാക്കൾ നേരിട്ട ഏതെങ്കിലും വഴികളിൽ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കണ്ടേ? അതെ, അവര് പറഞ്ഞ് മനസ്സിലാക്കണം. മരണം ഒരു മനുഷ്യന് ഉള്ള കാര്യമാണ്, മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. അധികം വിഷമിക്കരുത്, ജനിച്ചാൽ മരിക്കണം, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ മരണം യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കണം മാതാപിതാക്കളിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് ഇദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടി തന്നെ ഒരു പ്രാക്ടീസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇല്ല, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. അത് ശരിയാണ്. സാഹചര്യം ഉണ്ടാകുമ്പോൾ, സാഹചര്യം വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അവിടെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം അനാഥരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കള് മാത്രം ചെയ്യണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ അവരുടെ കാര്യം ആര് നോക്കും? അതൊരു നല്ല ചോദ്യമാ. മാതാപിതാക്കളാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരേണ്ടത് ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ എന്ന് പറഞ്ഞു. അനാഥരായിട്ടുള്ള അനേക കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവർക്ക് എവിടുന്ന ഈ ട്രെയിനിങ്? സമൂഹത്തിലൂടെയാണ് അവരത് പഠിക്കുന്നത്, അനാഥരായുള്ള കുട്ടികളൊക്കെ. നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ? മാതാപിതാക്കളാണ് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. മാതാപിതാക്കൾ മാത്രമല്ല, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് പലതും കാണുന്നതും പഠിക്കുന്നതും. അവരുടെ ജീവിതം തന്നെ അവർക്ക് വലിയൊരു പാഠമാണ് ഈ പ്രതിസന്ധികളെ നേരിടാൻ. അപ്പൊ കുഞ്ഞിതിലെ തന്നെ അനാഥത്വം അനുഭവിച്ച് വളരുന്നവര് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോകും. അത് തന്നെ അവർക്കൊരു ആ ജീവിതം തന്നെ അവർക്ക് വലിയൊരു പ്രതിസന്ധിയല്ലേ. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇവരെങ്ങനെയാ പഠിക്കുന്നേ? ആ അനാഥത്വം അത് അവരെ കൊണ്ട് അത് പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരെ കണ്ടും അവരെങ്ങനെ ജീവിക്കുന്നു എന്നും ഒക്കെ അവര് നോക്കി പഠിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും. അതുണ്ടാകുമ്പോൾ നമ്മൾ സ്തബ്ധരായി നിൽക്കാതെ എങ്ങനെ ആ പ്രതിസന്ധിയെ നേരിടാൻ സാധിക്കും? ഇതിനെ നേരിടുവാൻ സാധിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ട്രെയിനിങ്ങിൽ പ്രധാനമായി മാതാപിതാക്കളിൽ നിന്നാണ് ഈ ട്രെയിനിങ് നമുക്ക് കിട്ടേണ്ടത്. ഇല്ലായ്മ എന്താണ് എന്നുള്ളത് മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഒരു ഉടുപ്പില്ലാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയണം. ഭക്ഷണം കഴിക്കാനില്ലാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് അനുഭവിച്ചറിയണം. ഇതൊക്കെ കുടുംബത്തിൽ നമുക്ക് കിട്ടേണ്ടതായുള്ള കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ കൂട്ടത്തിൽ പറഞ്ഞു, അങ്ങനെയാണെന്ന് വരികിൽ മാതാപിതാക്കൾ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിത്തീരും? അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. മാതാപിതാക്കൾ ഇല്ലാത്ത അനാഥാലയത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് മാതാപിതാക്കളുണ്ട്. ഒരു രീതിയിൽ മാതാപിതാക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ പേരൻസ് ആയിരിക്കണമെന്നില്ല. അവരെ അവിടെ ഗൈഡ് ചെയ്യുന്നവർ, കെയർ ടേക്കേഴ്സ്, അവർക്ക് അവിടെ വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ഇതെല്ലാം മാതാപിതാക്കളുടെ റോളാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ അനാഥാലയത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കളായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. ബയോളജിക്കൽ പേരൻസിനെ പോലെയുള്ള ഒരു ഹെൽപ്പ് കിട്ടിയെന്ന് വരത്തില്ല, പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങനെയുള്ളിടത്തും ഉണ്ട്. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കായിരുന്നു. അച്ഛൻ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഒരു ഉടുപ്പില്ലായ്മ, അങ്ങനെ നമുക്ക് ഉടുപ്പില്ലായ്മ, ദാരിദ്ര്യം, അതെല്ലാം അനുഭവിച്ച് വരുമ്പോഴേ നമുക്ക് പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക ആത്മഹത്യകൾ അവരെന്തുമാത്രം തരണം ചെയ്താണ് വലുതായത്? എന്നിട്ട് പിന്നെന്താ അവർക്ക് ആ പ്രതിസന്ധി നേരിടാൻ കഴിയാതെ വരുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1000 കർഷകർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. 1000 പേരുടെയും കൃഷി നശിച്ചു.
1000 പേർക്കും ജപ്തി നോട്ടീസ് വന്നു. എത്ര പേര് ആത്മഹത്യ ചെയ്തു? അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പരീക്ഷയുടെ കാര്യം പറഞ്ഞ പോലെ പരീക്ഷയിൽ എത്ര കുട്ടികൾ തോറ്റു, എന്നിട്ട് അതിൽ എത്ര പേര് ആത്മഹത്യ അതിലേക്ക് ചെയ്തു? ഞാൻ വരുന്നത് ആ വിഷയം തന്നെയാണ് വരുന്നത്. ഈ 1000 പേരും ആത്മഹത്യ ചെയ്യേണ്ടതാ ന്യായമായിട്ടില്ലേ? പക്ഷെ 40 കുടുംബങ്ങളെ, ഈ 1000-ൽ 40 കുടുംബങ്ങളെ ആത്മഹത്യ ചെയ്തോളൂ. എന്താ കാരണം? അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പ്രതിസന്ധികളെ നേരിടുവാനായിട്ടുള്ള ട്രെയിനിങ് ഏത് രീതിയിൽ കിട്ടി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യണോ വേണ്ടായോ എന്നവർ തീരുമാനിക്കുന്നത്. പ്രതിസന്ധിയെ നേരിട്ടാലും ഞാനിവിടെ ഇല്ലായ്മയായി പോകുന്നില്ല എന്ന് ബാക്കിയുള്ളവർ ചിന്തിച്ചതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തില്ല. വീട് ജപ്തി ചെയ്യുന്നത് ചെയ്തോട്ടെ, അവർ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ, ദരിദ്രരാകുന്നെങ്കിൽ ആയിക്കോട്ടെ, അതിനെ ഞങ്ങൾ ഫേസ് ചെയ്യും. ആ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ എല്ലാവരും ആത്മഹത്യ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം അവരുടെ ജീവിതത്തിൽ ക്രൈസിസിനെ ഫേസ് ചെയ്യുവാനായിട്ട് അവർക്ക് കിട്ടിയിരുന്നതാണ് ട്രെയിനിങ്ങിൻ്റെ ഫലമായിട്ട് അവരവരുടെ ജീവിതത്തെ കാണുന്ന രീതിയാണ് ആ വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇദ്ദേഹത്തിന് എന്തോ പറയണമെന്ന് തോന്നുന്നല്ല. ഫാദർ, എനിക്ക് ഇതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ തോന്നുന്നത്. ഇപ്പം പ്രതിസന്ധികൾ നമ്മൾ തന്നെ വരുത്തുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ നമ്മുടെ ഇതിൽ. അതാണ് മാൻ മെയ്ഡ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ തന്നെ വരുത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഉയർന്ന ഫാമിലിയിലുള്ള ആൾക്കാർ കാർ മേടിക്കുന്നു, ബംഗ്ലാവ് മേടിക്കുന്നു. ഇതെല്ലാം കാണുമ്പം ചെറിയ ഫാമിലി, അതായത് മിഡിൽ ക്ലാസ് ഫാമിലികൾക്കും ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വരും. അതായത് ഹയർ പർച്ചേസിങ് സിസ്റ്റം പോലെ അവരും ഇങ്ങനെ ലോൺ എടുത്ത് സാധനങ്ങളൊക്കെ മേടിക്കുന്നു. ഇവർ തിരിച്ചറിയുന്നില്ല ഇനി എന്താണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം ഇവർ തന്നെ പ്രതിസന്ധികൾ മേടിച്ചു വരുത്തുമല്ലേ, വാങ്ങിച്ചുവല്ലേ? അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ആയിത്തീരാനുള്ള വലിയൊരാഗ്രഹം, വാഞ്ച മനുഷ്യരിലുണ്ട്. അവർക്കുള്ളതെല്ലാം എനിക്കും വേണം. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ സഹായിക്കാൻ ആളുകളുമുണ്ട്. കടം വാങ്ങിക്കുക, ഗവൺമെൻറ് തന്നെ കടം തരും, ബാങ്ക് കടം തരും, കടം വാങ്ങിക്കുക. അപ്പോൾ ഈ സാധനമെല്ലാം നമുക്ക് വാങ്ങിക്കാം. കടം വാങ്ങിക്കുന്നതിൻ്റെ ഫലമായി ഒടുവിൽ തിരിച്ചടയ്ക്കാനായിട്ട് പ്രാപ്തിയില്ലാതെ എത്ര കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്? അത് നമ്മൾ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ക്രൈസിസാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ, മോഡേൺ ജനറേഷനിൽ ഇതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മാൻമെയ്ഡ് ക്രൈസിസ് ഒരുപാട് കൂടി വരുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ക്രൈസിസ് നനച്ചിരിക്കാത്ത നാഴികയിലുണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ പലപ്പോഴും നമ്മളെ തളർത്തിക്കളയും. ആ ഘട്ടത്തിൽ അതിനെ എങ്ങനെ നമുക്ക് നേരിടണം, ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളിതിനെ നേരിടുമ്പോൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരിടാൻ പോകുന്നത്. ഇതെൻ്റെ ജീവിതത്തിലെ വലിയ പരാജയമായി പോയി, ഇതെനിക്ക് ഏറ്റവും വലിയ നഷ്ടമായി പോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരുടെ മുൻപിൽ ഞാൻ അവഹേളിതനായി, ഇങ്ങനെയൊക്കെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കത്തില്ല. ക്രൈസിസിനെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് ഒക്കുകയില്ല. എന്നാൽ ആ സമയത്തൊക്കെയും പ്രതിസന്ധിയുണ്ട്, വരുന്നത് വരട്ടെ, ഞാനതിനെ നേരിടും. പരീക്ഷയിൽ തോറ്റോ, തോൽവി ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഇനിയും ഞാൻ എഴുതും, ഇനിയും ഞാൻ ജയിക്കും. ഈ രീതിയിൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ക്രിയാത്മകമായിട്ട് ഈ ക്രൈസിസിനെ നമുക്ക് ഫേസ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എന്ന് വരികിൽ നമ്മൾ തളർന്നു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓരോ പ്രാവശ്യവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതെൻ്റെ വളർച്ചയ്ക്ക് എന്നെ സഹായിക്കുന്നു എന്ന ഒരു ഉൾക്കാഴ്ച നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ക്രിയാത്മകമായി അതിനെ നേരിടുവാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് നമ്മൾ വിജയികളായിട്ട് മാറുന്നത്. പ്രതിസന്ധികൾ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുമ്പോൾ അത് നമ്മുടെ മുന്നേറ്റത്തിന് മുഖാന്തരമായിട്ട് തീരും. ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവത്തോടുകൂടെ ക്രിയാത്മകമായി നേരിടുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എൻ്റെ വാക്കിനെ ഞാൻ ചുരുക്കുന്നു. ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO,
കോഴിക്കോട്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. ബി പോസിറ്റീവ്.